Rearrange the following in the correct sequence. താഴെ കൊടുത്തിരിക്കുന്നവ കറക്റ്റ് സീക്വൻസിൽ നമ്മളോട് റീഅറേഞ്ച് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾക്കറിയാം ടാക്സോണമിക് ഹൈറാർക്കി ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുക? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അതാണ് കറക്റ്റ് സീക്വൻസ്. ഈ ടാക്സോണമിക് ഹൈറാർക്കിയുടെ കറക്റ്റ് സീക്വൻസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ICZN സ്റ്റാൻഡ്സ് ഫോർ. ICZN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതുപോലെ ICBN ചോദിക്കാൻ സാധ്യതയുണ്ട്. അവയുടെ ഡെഫിനിഷൻസും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. Another question, given below the scientific name of frog, identify the correctly written name. ഫ്രോഗിൻ്റെ ശരിയായ ശാസ്ത്രീയ നാമം നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തണം. റാണ ടൈഗ്രീന. യെസ്, ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ നിന്നാണ്. എന്നാൽ സ്പീഷീസ് നെയിം എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് സയൻറ്റിഫിക് നെയിം ഓഫ് ഫ്രോഗ്. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During an adventure trip, a +1 student got skull and skeletal part of a rare animal from Chinnar forest. Select the suitable location for keeping it from the list of taxonomic aids given below. അപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്കള്ളും സ്കെലിറ്റൽ പാർട്ടുമാണ്. അത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഇവ സൂക്ഷിക്കേണ്ടത് മ്യൂസിയത്തിലാണ്. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാന്റ് സ്പെസിമെൻസ് മാത്രമാണ് കീപ്പ് ചെയ്യുക. എന്നാൽ മ്യൂസിയം ആണെങ്കിൽ അവിടെ ആനിമൽ സ്പെസിമെൻസും പ്ലാന്റ് സ്പെസിമെൻസും കീപ്പ് ചെയ്യാവുന്നതാണ്, പ്രിസർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൺസർവേഷൻ മെത്തേഡ്സ് ആണ് സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ലിവിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, എന്നാൽ ലിവിങ് ആനിമൽസ് ആണെങ്കിൽ അത് സുവോളജിക്കൽ പാർക്കിലുമായിരിക്കും നാം കണ്ടെത്തുക. അടുത്ത ചോദ്യത്തിലേക്ക് നാം കടക്കുന്നു. Next one, complete the table using the suitable terms. Suitable terms ഉപയോഗിച്ച് ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, കോമൺ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്, മാൻ. അപ്പോൾ ജീനസ് എന്തായിരിക്കും? ജീനസ് വിൽ ബി ഹോമോ. ഹോമോസാപ്പിയൻസ് എന്നാണ് മാൻ സയൻറ്റിഫിക് നെയിം. അപ്പോൾ ജീനസ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. സാപ്പിയൻസ് നിങ്ങൾക്ക് എവിടെയുണ്ട്? മമേലിയ. ഫൈലം എന്തായിരിക്കും? ഫൈലം കോർഡേറ്റ. മാൻ ബിലോങ്സ് ടു ദ ഫൈലം കോർഡേറ്റ. Now we have the next question. Categorize the following terms into 2. അപ്പോൾ ഇവിടെ ഏതാനും ടാക്സോണമിക് എയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സോണമിക് കാറ്റഗറീസും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് ഉണ്ട്, ടാക്സോണമിക് എയ്ഡ്സ് ഉണ്ട്. സ്പീഷീസ്, ക്ലാസ്, ജീനസ് അതെല്ലാം തന്നെ ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. എന്നാൽ മ്യൂസിയം, അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക്, ഹെർബേറിയം അതെല്ലാം ടാക്സോണമിക് എയ്ഡ്സ് ആണ്. അങ്ങനെ നമുക്കത് തരംതിരിച്ച് ഒരു ടേബിൾ ഫോമിലേക്ക് എഴുതിയാൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം, ടാക്സോണമിക് എയ്ഡ്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. നെയിം എനി 2 ടാക്സോണമിക് എയ്ഡ്സ്. 2 ടാക്സോണമിക് എയ്ഡ്സിന് എക്സാമ്പിൾ എഴുതാൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഏതെല്ലാമാണ് ടാക്സോണമിക് എയ്ഡ്സ്? ടാക്സോണമിക് കീസ്, then ഫ്ലോറ, ഫോന, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ് ഇതെല്ലാം തന്നെ ടാക്സോണമിക് എയ്ഡ്സ് ആണ്. ഏതെങ്കിലും 2 ടാക്സോണമിക് എയ്ഡ്സ് എക്സാമ്പിൾസ് എഴുതാൻ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുന്നു. ഐഡന്റിഫൈ ദ വേർഡ് പെയർ ആപ്ലിക്കബിൾ ടു ദ ഫൈലം ടിനോഫോറ. ഫൈലം ടിനോഫോറയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വേർഡ് പെയർ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. Nephridia, Parapodia. You know Nephridia, they are excretory organs in Annelida. Parapodia, they are locomotory organs in Annelida. So these 2 words, they are related to Annelida. Comb plates and bioluminescence. ഈ 2 വേർഡ്സ് നിങ്ങൾക്കറിയാം ടിനോഫോറ എന്ന ഗ്രൂപ്പിന് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതാണ് ആൻസർ. Comb plates are locomotory in function. Bioluminescence, it will help in emission of light. Light emit ചെയ്യുന്നതിനാണ് അത് ഹെൽപ്പ് ചെയ്യുക. Then polyp, it is a body form applicable for Nidaria. Polyp and Medusa 2 ബോഡി ഫോംസ് ആണ്. പലപ്പോഴും ഈ 2 ബോഡി ഫോംസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ 2 ബോഡി ഫോംസും ലൈഫ് സൈക്കിളിൽ കണ്ടുവരുമ്പോൾ അതിനെയാണ് പറയുക മെറ്റാജെനസിസ് എന്ന് പറയുക. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജെനസിസ്.
ഈ രണ്ട് ബോഡി ഫോംസും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് നിഡേറിയയിൽ കണ്ടുവരുന്നു. അതാണ് മെറ്റാജനസിസ്. അപ്പോൾ നിഡേറിയ എന്ന ഗ്രൂപ്പിനാണ് ഈ ടേം ആപ്ലിക്കബിൾ. വാട്ട് അബൌട്ട് റാഡുല? റാഡുല ഈസ് എ ഫീഡിംഗ് ഓർഗൻ ഫൗണ്ട് ഇൻ മൊളസ്ക. ഫൈലം മൊളസ്കയിലെ ഫീഡിംഗ് റാസ്പിംഗ് ഓർഗൻ ആണ് ഈ റാഡുല. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഓക്കെ, ദെൻ വിസറൽ ഹംപ്. മൊളസ്കയിൽ തന്നെ ബോഡി പാർട്സ് മൂന്നായി നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹെഡ്, വിസറൽ ഹംപ് ആൻഡ് muscular foot. അപ്പോൾ visceral hump, it is applicable for phylum mollusca. So answer will be the second one, comb plates and bioluminescence, applicable for Ctenophora. Next question, characteristics of certain animals are given below. Arrange them under the class to which these animals belong to. ഏതാനും ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ക്യാരക്ടേഴ്സ് വിശകലനം ചെയ്ത് അത് ഏത് ഗ്രൂപ്പിലാണ്, ഏത് ക്ലാസ്സിലാണ് നമുക്ക് എഴുതാൻ പറ്റണം. ഏത് ക്ലാസ്സിലാണ് വരുന്നത്? സ്കിൻ മോയിസ്റ്റ് വിതൗട്ട് സ്കെയിൽസ്, then body devoid of body covered by dry cornified skin, then they shed scales as skin casts. They can live in aquatic as well as in terrestrial habitat. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ക്ലാസ്സസിൻ്റെ ക്യാരക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്കിൻ ഈസ് മോയിസ്റ്റ് വിതൗട്ട് സ്കെയിൽസ്, അതുപോലെ തന്നെ ദേ ക്യാൻ ലിവ് ഇൻ അക്വാറ്റിക് ആസ് വെൽ ആസ് ഇൻ ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത് ക്ലാസ് ആംഫീബിയയിലാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്യാരക്ടേഴ്സ് ബിലോങ് ടു ക്ലാസ് ആംഫീബിയ. പക്ഷേ സെക്കൻഡ്, തേർഡ്, these two characters belong to ക്ലാസ് റെപ്റ്റീലിയ. അത് ക്ലാസ് റെപ്റ്റീലിയയ്ക്കാണ് ആ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളൊരു ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. All vertebrates are chordates, but all chordates are not vertebrates. Do you agree with the statement? Yes, we do agree. Because chordate-ൽ വരുന്ന ഒരു സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വെർട്ടിബ്രേറ്റ്സും chordates ആണ്, പക്ഷേ എല്ലാ chordatesഉം വെർട്ടിബ്രേറ്റ്സ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളത് സാധൂകരിക്കണം, നമ്മളവിടെ എഴുതണം ഇപ്രകാരം. അതായത് വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞാൽ അതൊരു സബ് ഫൈലമാണ്, കോർഡേറ്റയിൽ വരുന്ന ഒരു സബ് ഫൈലമാണ്. അതുകൊണ്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്, ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. നോട്ട് the relationship between the two words and find the suitable word for the fourth place. ഇപ്പം നോക്കൂ, സീലൻഡ്രേറ്റ്സിൽ റേഡിയൽ സിമെട്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസ് ഗ്രൂപ്പിന് എന്താണ് അവരുടെ സിമെട്രി? ബൈലാറ്ററൽ സിമെട്രി. അതാണ് അവിടെ ആൻസർ വരുന്നത്, ബൈലാറ്ററൽ സിമെട്രി. ഇനി അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ അറിയണം ഏതെല്ലാം ഗ്രൂപ്പ്സിലാണ് റേഡിയൽ സിമെട്രി വരുന്നത്. നിഡേറിയ, ക്റ്റിനോഫോറ, ആൻഡ് എക്കേനോഡെർമേറ്റ. നിഡേറിയ, ക്റ്റിനോഫോറ, എക്കേനോഡെർമേറ്റ അവർക്കാണ് റേഡിയൽ സിമെട്രി. ദെൻ ലിസാർഡ്സ് ആർ പോയിക്ലോതേമസ്. പോയിക്ലോതേമസ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് എന്നർത്ഥം. അപ്പോൾ ലിസാർഡ്സ് കോൾഡ് ബ്ലഡഡ് ആണ്, അഥവാ പോയിക്ലോതേമസ് ആണ്. എന്നാൽ ക്രോ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ആംഫിബിയ, റെപ്റ്റീലിയ, ഫിഷസ് അവരെല്ലാം പോയിക്ലോതേമസ് ആണ്. എന്നാൽ ഏവ്സ് ആൻഡ് മെമേലിയ, അതായത് ബേർഡ്സും മാമൽസും അവർ ഹോമിയോതേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബേർഡാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഹോമിയോതേമസ് എന്ന് എഴുതണം, അതായത് വാം ബ്ലഡഡ് ആണ്. അപ്പോൾ ക്രോ ഈസ് വാം ബ്ലഡഡ് ഓർ ഹോമിയോതേമസ്. അതാണ് അവിടെയുള്ള ഫിൽ ചെയ്യേണ്ട സ്യൂട്ടബിൾ ടേം. ഓക്കെ, നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ആം ഐ? കുറേ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഇതാരാണെന്നാണ് ചോദിക്കുന്നത് നമ്മോട്. ദേ ലിവ് ഇൻ സീ, respire through gills, they have proboscis gland as excretory organ. The body consists of proboscis, collar and trunk. അപ്പോൾ അതാരാണ്? ഐഡൻറ്റിഫൈ ദ ഫൈലം. ആരാണ്? യെസ്, ഹെമികോഡേറ്റ എന്ന ഫൈലമാണ് ഈ ഒരു ആനിമലിൻ്റേത് അല്ലേ? സോ ഐഡൻറ്റിഫൈ ദ ഫൈലം. Phylum name is Hemichordata. Give one example from the phylum. Belanoglossus, Tachyglossus, അതെല്ലാം തന്നെ ഹെമികോഡേറ്റ എന്ന ഫൈലത്തിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫിഷ് മാർക്കറ്റ് യു ഗോട്ട് എ ഫിഷ്. ഓൺ ക്ലോസ് വാച്ചിങ് യുവർ ഫ്രണ്ട്സ് സേസ് ഇറ്റ് ഈസ് കാർട്ടിലേജിനസ് ഫിഷ്. നിങ്ങൾ മാർക്കറ്റിൽ പോയി ഒരു മീൻ വാങ്ങി, നിങ്ങളുടെ ഫ്രണ്ട് പറയുന്നു അത് കാർട്ടിലേജിനസ് ഫിഷ് ആണെന്ന്. അപ്പോൾ which characters helped him to identify it as a cartilaginous fish? Cartilaginous fish എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് അതിലുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? എങ്ങനെയാണ് ഫ്രണ്ടിനെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? യെസ്, എൻഡോസ്കെലിറ്റൻ ഈസ് മേഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്.
they have placoid scales, they have ventral mouth, they have no air bladder, they have heterocercal caudal fin. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്യാരക്ടേഴ്സ് പഠിച്ചു വയ്ക്കുക. കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ഒസ്റ്റിക്ടൈസ് ഗ്രൂപ്പ്സിൻ്റെ, അതായത് ബോണി ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ഏതെങ്കിലും 4 ക്യാരക്ടർ ഇവിടെ എഴുതുക. നെയിം ദ ക്ലാസ് ഞാൻ പറഞ്ഞു. കാർട്ടിലേജിനസ് ഫിഷസ് വരുന്ന ഗ്രൂപ്പ് ഏതാണ്? കോൺട്രിക്ടൈസ്. അപ്പോൾ കോൺട്രിക്ടൈസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, കോൺട്രിക്ടൈസ്. ഓക്കെ, വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following diagram shows the characters of a phylum. Identify the phylum. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നതനുസരിച്ച് ഏതാണ് ഫൈലം എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഈ ഫൈലം ഏതാണ്? ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റയുടെയാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം, അല്ലേ? നോട്ടോകോഡ്, നെർകോഡ്, ഗിൽ സ്ലിറ്റ്സ്, അതെല്ലാം അവിടെയുണ്ട്. സോ മെൻഷൻ ദ 4 salient features of this phylum. ഈ ഫൈലത്തിൻ്റെ 4 ഫീച്ചേഴ്സ് നമ്മൾ എഴുതണം. അപ്പോൾ എന്തൊക്കെ എഴുതാം? Dorsal notochord, which will be present at least in the embryonic life. So a dorsal notochord. പിന്നെ എന്താ എഴുതുക? Dorsal hollow non-ganglionated nerve cord. Dorsal hollow non-ganglionated nerve cord. അപ്പോൾ 2 ക്യാരക്ടറായി. അടുത്ത ക്യാരക്ടർ നമുക്ക് എഴുതാവുന്നതാണ്. Heart is ventral. Heart is ventral. There will be a post-anal tail. Post-anal tail ഉണ്ടായിരിക്കും. ഇനിയും എഴുതാം. Pharyngeal gill slits are present. Paired pharyngeal gill slits are present. അപ്പോൾ കോർഡേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് നന്നായി പഠിക്കുക. മാത്രമല്ല ഒരു ഡിഫറൻസിൻ്റെ ഒരു ടേബിൾ ഉണ്ട് നിങ്ങൾക്ക്, അല്ലേ? അതായത് ഫൈലം കോർഡേറ്റ, ഫൈലം, അതുപോലെ തന്നെ നോൺ കോർഡേറ്റ്സ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. അത് വ്യക്തമായി ആ ഡിഫറൻസസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോർഡേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ ചിലപ്പോൾ ഡിഫറൻസസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അടുത്തതായി we have 2 fishes shown here. So here you can see 2 fishes. They belong to 2 different classes. Identify them and differentiate between the classes. ഇവ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ എക്സ് എന്ന ലാബിൽ ചെയ്തിരിക്കുന്ന ഈ ഫിഷ് അത് കോൺട്രിക്ടൈസ് ഗ്രൂപ്പിൽ വരുന്നതാണ്, കാർട്ടിലേജിനസ് ഫിഷാണിത്. എന്നാൽ ഇതാകട്ടെ അത് ഒസ്റ്റിക്ടൈസ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ബോണി ഫിഷാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക്ടൈസ് ആൻഡ് ഒസ്റ്റിക്ടൈസ് നന്നായി പഠിക്കുക. കോൺട്രിക്ടൈസ്, ഒസ്റ്റിക്ടൈസ്. ഇവിടെ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആയിരിക്കും, ഇവിടെ ബോണി എൻഡോസ്കെലിറ്റൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആയിരിക്കും. കോൺട്രിക്ടൈസിന് പ്ലാക്കോയിഡ് സ്കെയിൽസ്, പക്ഷേ ഒസ്റ്റിക്ടൈസ് ഗ്രൂപ്പിന് സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വെൻട്രൽ മൗത്ത് ഇൻ കോൺട്രിക്ടൈസ്, പക്ഷേ ടെർമിനൽ മൗത്ത് ആണ് ഒസ്റ്റിക്ടൈസ് ഗ്രൂപ്പിന്. അതുപോലെ തന്നെ ഫിൻസിൻ്റെ പ്രസൻസിനെ കുറിച്ചും എല്ലാം നമുക്കവിടെ പറയാവുന്നതാണ്. അതായത് ഹെട്രോസെർക്കൽ കോഡൽ ഫിന്നാണ് ഈ കോൺട്രിക്ടൈസ് ഗ്രൂപ്പിന്, പക്ഷേ ഹോമോസെർക്കൽ കോഡൽ ഫിന്നാണ് ഒസ്റ്റിക്ടൈസ് ഗ്രൂപ്പിന്. എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ് ഇൻ ഒസ്റ്റിക്ടൈസ് ബട്ട് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ കോൺട്രിക്ടൈസ്. ഇങ്ങനെയുള്ള ഡിഫറൻസസ് നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതുവാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ചോദ്യം, The following are the key characters of an animal group. ഒരു ആനിമൽ ഗ്രൂപ്പിൻ്റെ കീ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. സർക്കുലർ ആൻഡ് സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് വിതൗട്ട് ജോസ്, ഫിഷ് ലൈക്ക് ബോഡി വിതൗട്ട് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. ഏതാണ് ആ ഗ്രൂപ്പ്? ഏതാണ് ആ ക്ലാസ്? യെസ്, സൈക്ലോസ്റ്റൊമേറ്റ. സൈക്ലോസ്റ്റൊമേറ്റ എന്നതാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്ന ആ ഒരു ക്ലാസ്. അപ്പോൾ സൈക്ലോസ്റ്റൊമേറ്റ നമുക്ക് എഴുതാം. പിന്നെ ചോദിക്കുന്നത് എന്താണ്? ഗീവ് 2 എക്സാമ്പിൾസ് ഫ്രം ദിസ് ക്ലാസ്. സൈക്ലോസ്റ്റോംസിന് 2 എക്സാമ്പിൾസ് വളരെ വ്യക്തമായ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പെട്രോമൈസൺ ആൻഡ് മൈസിൻ. പെട്രോമൈസൺ വിച്ച് ഈസ് കോമൺലി കോൾഡ് ലാംബ്രേ. പെട്രോമൈസന്റെ കോമൺ നെയിം എന്താണ്? ലാംബ്രേ. അതുപോലെ തന്നെ മൈസിൻ കോമൺലി നോൺ ആസ് ഹാഗ് ഫിഷ്. അപ്പോൾ 2 എക്സാമ്പിൾസ് നന്നായി എഴുതുക, നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ സൈക്ലോസ്റ്റൊമേറ്റ എന്ന ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. കംപ്ലീറ്റ് ദ കോളം യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫൈലം, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഫില്ല് ചെയ്യണം. ഇവിടെ നോക്കൂ, പ്ലാറ്റിയൽമിന്തസ്, അതിന് നേർക്ക് നമ്മൾ എഴുതേണ്ടത് ആ ഗ്രൂപ്പിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറും അതിൻ്റെ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരുമാണ്. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറായി നമുക്ക് അവിടെ എഴുതാവുന്നതാണ് hooks and suckers. Hooks and suckers are applicable for phylum Platyhelminthes. Then excretory organ will be flame cells. Flame cells are excretory organs in the case of phylum Platyhelminthes. Okay, അപ്പോൾ ഇവിടെ flame cells എന്ന് എഴുതാം. ഇവിടെ എന്ത് എഴുതാം? hooks and suckers.
ഇവിടെ ഫ്ലെയിം സെൽസ്. ഇനി ആർത്രോപോഡയിൽ നമ്മൾ അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ് എഴുതേണ്ടത്. അവർക്ക് മാൽപിജിയൻ ട്യൂബ്യൂൾ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്താണ്? കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ, കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ. ദെൻ ഓർ ജോയിൻറ്റഡ് അപ്പൻഡേജസ്, അതും എഴുതാം. ഇനി ഇവിടെ എഴുതേണ്ടത് ഏത് ഗ്രൂപ്പാണെന്നാണ്. ബോഡി സെഗ്മെന്റേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അന്നലിഡ എന്ന് എഴുതാം. സോ ഡി ഈസ് അന്നലിഡ ആൻഡ് ഇ their excretory organ will be nephridia. Excretory organ in annelida will be nephridia. Then here വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ആയിട്ട് വരുന്നത് ഏത് ഗ്രൂപ്പിനാണ്? എക്കൈനോഡെർമേറ്റ. യെസ്, എക്കൈനോഡെർമേറ്റയാണ് ഇവിടെ നമുക്ക് ഫിൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ രീതിയിൽ ഈ ടേബിളിൽ എല്ലാ ലേബിൾഡ് പോർഷൻസും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Match the following. So match the following cold-blooded animal you can match with a shark here. Fishes are cold-blooded or poikilothermous. Living fossil you can match with limulus here. Limulus ആയിട്ട് match ചെയ്യാം. Living fossil you can match with limulus. Then egg-laying animal. Egg-laying animal ആരായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക? പ്ലാറ്റിപ്പസ് ആയിട്ട് മാച്ച് ചെയ്തൂടെ? ഓക്കെ. ദെൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം യു ക്യാൻ മാച്ച് വിത്ത് സീ കുക്കുംബർ. അപ്പോൾ ഇക്കനോഡേംസിനാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് ലാബലിംഗ് ഫോർ ABCD. ഇവിടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ടിൽ പലപ്പോഴും ചോദിക്കുന്നതാണ് അതിന് ഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കുക, എഗ്നാത്ത എന്ന ഡിവിഷൻ, അതുപോലെ മറ്റൊരു ഡിവിഷനാണ് ഗ്നാത്തോസ്റ്റൊമേറ്റ. ജോഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ് വരുന്ന ഗ്രൂപ്പാണ് ഗ്നാത്തോസ്റ്റൊമേറ്റ. ദേ ആർ ഓൾ വിത്ത് ജോസ്. ജോഡ് വെർട്ടിബ്രേറ്റ്സ് ആണ് ഗ്നാത്തോസ്റ്റൊമേറ്റ. ദെൻ ദർ വിൽ ബി എ ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. Class Cyclostomata coming under Agnatha group. Then here we have Pisces. Pisces ഇവിടെ കൊടുത്തു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ടെട്രാപോഡയാണ്. യെസ്, പിസസിന് താഴെയാണ് കോൺട്രിക്ടൈസ് ഓസ്റ്റിക്ടൈസ് വരുന്നത്. എന്നാൽ ടെട്രാപോഡ്സ് ആണ് ആരെല്ലാം? ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്. ഏവ്സ് ലാബൽ ചെയ്യാനുണ്ട്, ഏവ്സ് ആൻഡ് മെമേലിയ. അപ്പോൾ ലാബലിംഗ് വളരെ വ്യക്തമായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഫ്ലോ ചാർട്ടാണ്. ഈസി. Now we move to the next question. Two examples are given and you have to identify their classes. Scoliodon is a dogfish and Exocetus is a flying fish. ഇവരുടെ ക്ലാസ്സസ് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അത് ടെക്സ്റ്റിലെ ഡയഗ്രാം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്കോളിയോഡോൺ അത് കോൺട്രിക്ടൈസ് ആണ് അതിൻ്റെ ക്ലാസ്. എന്നാൽ എക്സോസീറ്റസ് അത് ഓസ്റ്റിക്ടൈസ് എന്ന ക്ലാസ്സിലാണ് വരുന്നത്. ബോണി ഫിഷ് ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് ദ എബവ് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രിക്ടൈസ്, ഓസ്റ്റിക്ടൈസ് അവരുടെ ഡിഫറൻസസ് നല്ല രീതിയിൽ പഠിക്കുക. അവരുടെ മൗത്ത് വെൻട്രൽ, ടെർമിനൽ, പ്ലാക്കോയിഡ് സ്കെയിൽസ്, സൈക്ലോയിഡ് സ്കെയിൽസ്, കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ, ബോണി എൻഡോസ്കെലിറ്റൻ, ഈ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ ഇത്തരം ചോദ്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, we have another question from structural organization in animals. We have a diagram of digestive system of cockroach. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇത് ക്രോപ്പ് ആണ് അല്ലേ? സോ ലാബിൾഡ് ആസ് A here is crop. B എന്താണ്? ഹെപ്പാറ്റിക് CK. ഹെപ്പാറ്റിക് CK ആണ് ഇവിടെ B എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത്. ലാബിൾഡ് ആസ് C will be mesenteron. മീസെൻട്രോൺ ആണ് C എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത്. ദെൻ D will be, D നിങ്ങൾക്കറിയാം കൊളോൺ ആയിരിക്കും. കാരണം ഹൈൻഗട്ടിന് 3 പാർട്സ് ആണുള്ളത്. ഹൈൻഗട്ട് ഈസ് ഹാവിങ് 3 പാർട്സ്, ഇലിയം, കൊളോൺ, റെക്ടം. അപ്പോൾ ഇതിൽ കൊളോൺ റീജിയൻ ആണ് D എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഫങ്ഷൻസിനെ ബേസ് ചെയ്തും ഈ ചോദ്യം വരാറുണ്ട് കേട്ടോ. അതായത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഇടമാണ് ക്രോപ്പ്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്ന ഇടമാണ് ഹെപ്പാറ്റിക് CK. എക്സ്ക്രീറ്ററി ഫംഗ്ഷനാണ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് ചെയ്യുക. ഇവിടെ ലേബൽ ചെയ്തിട്ടില്ലെങ്കിലും അതും ചോദ്യത്തിൽ വരാറുണ്ട്. വിച്ച് പാർട്ട് ഈസ് എക്സ്ക്രീറ്ററി ഹിയർ? Here this portion, malpighian tubules, they are excretory in function. Okay, we move to next question. Before that, let me tell you one thing. ഈ mesenteron അതിന് absorption ആണ് പ്രധാനപ്പെട്ട function. Mesenteron or midgut, it helps in absorption of food. In cockroaches, a special mode of vision is noticed. Cockroachesൽ ഒരു പ്രത്യേക വിഷൻ ഉണ്ട്. ആ വിഷൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്? മൊസൈക് വിഷൻ. കോക്രോച്ചസിലെ ആ സ്പെഷ്യൽ വിഷൻ്റെ പേരാണ് മൊസൈക് വിഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ മൊസൈക് വിഷൻ എന്നാണ്. നെയിം ദ ഓർഗൻ. ഓർഗൻ്റെ പേരെന്താണ്? കോമ്പൗണ്ട് ഐ. കോമ്പൗണ്ട് ഐസ് ദേ ഹെൽപ്പ് ഇൻ മൊസൈക് വിഷൻ.
And its basic unit, compound diet basic unit എന്താണ്? Omatidia. Omatidium എന്നുള്ളത് സിംഗുലർ, Omatidia പ്ലൂരൽ. അപ്പോൾ എല്ലാം ആൻസർ ചെയ്തു. അപ്പോൾ ബിയുടെ ആൻസേഴ്സ് എങ്ങനെയാണ്? നെയിം ദ ഓർഗൻ, കോമ്പൗണ്ട് ഡൈ, ആൻഡ് നെയിം ദ ബേസിക് യൂണിറ്റ് performing that function, അത് Omatidia. Okay, now we move to the next question. Identify the figures A and B. Write any one characteristic feature of A and B. ഇവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? This is smooth muscle and this is cardiac muscle. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇതുപോലെ സ്കെൽറ്റൽ മസിലും ഉണ്ട്, നന്നായി പഠിക്കണം. അപ്പോൾ സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ആൻഡ് ബി. സോ എന്താണ് ഫീച്ചർ? ദിസ് ഈസ് നോൺ സ്ട്രൈറ്റഡ്, ദിസ് ഈസ് സ്ട്രൈറ്റഡ്. അങ്ങനെ ഡിഫറൻസസ് പഠിക്കാവുന്നതാണ്. ഇനിയും ഡിഫറൻസസ് ഉണ്ട്. ദിസ് ഈസ് ഇൻവോളണ്ടറി ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇൻവോളണ്ടറി. ഡിഫറൻസസ് പറയാൻ പറ്റൂല അല്ലേ? ഇത് രണ്ടും ഇൻവോളണ്ടറി ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് സ്പിൻഡിൽ ഷേപ്ഡ് ഓർ ഫ്യൂസിഫോം, ബട്ട് ദിസ് ഈസ് ബ്രാഞ്ചിങ് ഓർ സിലിണ്ട്രിക്കൽ. സിലിണ്ട്രിക്കൽ ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇത് അൺബ്രാഞ്ച്ഡ് ആണ്. ഇത് സിലിണ്ട്രിക്കൽ ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇത് ഫ്യൂസിഫോം ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസസ് നന്നായി പഠിക്കുക. പലപ്പോഴും ചോദിക്കും വിച്ച് മസിൽ ഈസ് ഇൻവോളണ്ടറി ആൻഡ് സ്ട്രൈറ്റഡ്. ഇൻവോളണ്ടറിയും സ്ട്രൈറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ദാറ്റ് ഈസ് കാർഡിയാക് മസിൽ. ഇൻവോളണ്ടറി ആൻഡ് നോൺ സ്ട്രൈറ്റഡ്, ദാറ്റ് ഈസ് സ്മൂത്ത് മസിൽ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. രണ്ട് ക്യാരക്ടേഴ്സ് വെച്ച് മസിൽസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ വോളണ്ടറി ആൻഡ് സ്ട്രൈറ്റഡ് ഏതാണ്? അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടില്ല. അത് സ്കെൽറ്റൽ മസിൽ ആണ്. വോളണ്ടറി ആൻഡ് സ്ട്രൈറ്റഡ് ഈസ് സ്കെൽറ്റൽ മസിൽ. ഓക്കെ, നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ ബ്രാഞ്ചിങ് ഡയഗ്രാം ബേസ്ഡ് ഓൺ ദ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ് ഏരിയോള ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. ഇവിടെ ലാബൽ ചെയ്യേണ്ടി വരിക ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് ഇവിടെ ലാബൽ ചെയ്യേണ്ടി വരിക. നൗ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു റെഗുലർ ആൻഡ് ഇറഗുലർ. റെഗുലർ ആൻഡ് ഇറഗുലർ. അപ്പോൾ ഇവിടെ ഇറഗുലർ എന്നതാണ് അവിടെ ലാബൽ ചെയ്യേണ്ടി വരിക. ഓക്കെ, നൗ ദിസ് ഈസ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ബ്ലഡ്, ബോൺ, കാർട്ടിലേജ്. അപ്പോൾ കാർട്ടിലേജ്, ബോൺ, ബ്ലഡ് അതെല്ലാം സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് എന്താണ്? സ്പെഷ്യലൈസ്ഡ്. ഇവിടെ ഫിൽ ചെയ്യേണ്ടത് എന്താണ്? ബ്ലഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നാം കടക്കുന്നു. സെലക്ട് ദ ഓഡ് വൺ ആൻഡ് ഗിവ് റീസൺ. ഓഡ് വൺ നമ്മൾ സെലക്ട് ചെയ്യണം, മാത്രമല്ല അതിന് റീസണും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂറോൺ ഓഡ് വൺ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു ന്യൂറൽ ടിഷ്യൂ ആൻഡ് അതേഴ്സ് ആർ കണക്റ്റീവ് ടിഷ്യൂസ്. ബാക്കിയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി ഈ സെക്കൻഡ് സെറ്റിൽ ഏതാണ് ഓഡ് വൺ? വളരെ എളുപ്പമാണ്. സെക്കൻഡ് സെറ്റിൽ ഓഡ് വൺ മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ് ഓഡ് വൺ, ബിക്കോസ് മാൽപീജിയൻ ട്യൂബ്യൂൾ ഈസ് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ, ബട്ട് അതേഴ്സ് ബിലോങ് ടു ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിലെ മൗത്ത് പാർട്സ് ആണ് ബാക്കിയുള്ളതെല്ലാം അല്ലേ? അതായത് ഹൈപ്പോഫാരിങ്സ്, മാക്സില്ല, ലേബ്രം അതെല്ലാം മൗത്ത് പാർട്സ് ആണ്. കോക്രോച്ചിലെ മൗത്ത് പാർട്സ് ആണ്. ഓക്കെ, വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ലേബിൾഡ് പോർഷൻസ് ഓർ ലേബിൾഡ് പാർട്സ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ്ങിൽ നമ്മളതെല്ലാം ലേബൽ ചെയ്യണം. സ്ക്വാമസ് എപ്പിത്തീലിയം, അതിൻ്റെ ലൊക്കേഷൻ ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. എന്താണ് ലൊക്കേഷൻ? ആൽവിയോളെ ഓഫ് ലങ്സ്. ആൽവിയോളെ ഓഫ് ലങ്സ്, ദാറ്റ് ഇസ് എ ലൊക്കേഷൻ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി ഇത് ഏത് എപ്പിത്തീലിയം ആയിരിക്കും? ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ബിക്കോസ് ഡക്സ് ഓഫ് ഗ്ലാൻസിൽ വരുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ആൻഡ് വാട്ട് ഈസ് എ ഫംഗ്ഷൻ? പ്രൊട്ടക്ഷൻ. Protection will be the function for cuboidal epithelium when it is associated with the ducts of glands. ഇനിയിപ്പോൾ PCT, DCT ലാണെങ്കിൽ അവിടെ reabsorption ആയിരിക്കും function. Now columnar epithelium, it is found in intestine. Intestine-ലായിരിക്കും secretion and absorption function ആയിട്ട് വരുന്നത്. Now here, which epithelium is found in bronchioles and fallopian tube? Yes, ciliated epithelium. So here you can label as ciliated epithelium. And what is the function of ciliated epithelium? Movement of dust particles, movement of the free cells. അങ്ങനെയെല്ലാമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ ആയിട്ട് ciliated epitheliumത്തിന്റെ അങ്ങനെ പഠിക്കാം. അപ്പോൾ അത് ലാബൽ ചെയ്ത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. അതിൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ എറേഴ്സ്. എറേഴ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? മാൻഡിബിൾസും ലാബ്രവും അവിടെ തെറ്റായി ലാബൽ ചെയ്തിരിക്കുകയല്ലേ? അത് മാത്രമല്ല ഹൈപ്പോഫാരിങ്സ് തെറ്റായി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ലേബലിംഗ് തെറ്റുണ്ട്. അപ്പോൾ നോക്കുക, ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ദിസ് ഈസ് ലേബിയം. ഇത് ലേബിയമാണ്. ഇത് ഹൈപ്പോഫാരിങ്സ് ആണ്. ഓക്കെ,
ഇത് ലേബ്രം, ഇത് മാൻഡിബിൾ ആണ്, ഇത് മാക്സിലയാണ്. അപ്പോൾ മാക്സില എന്നുള്ളത് കറക്റ്റ്ലി ലാബിൽഡ് ആണ്, പക്ഷേ ബാക്കിയുള്ളതെല്ലാം തെറ്റായി ലാബിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത് വരച്ച് അത് കറക്റ്റ്ലി ലാബിൽ ചെയ്യാനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ തിരുത്തി എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കത് പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ടിഷ്യൂ വിസിബിൾ ത്രൂ മൈക്രോസ്കോപ്പ് ഒബ്സർവേഷൻ ഈസ് പ്രസൻറ്റഡ് ഹിയർ. ഒരു ടിഷ്യൂവിൻ്റെ ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സെൽസ് ആർ ക്ലോസ്ലി അറേഞ്ച്ഡ്, ഇന്റർസെല്ലുലാർ മാട്രിക്സ് ഈസ് ആബ്സെൻറ്റ്, സെൽസ് ആർ സപ്പോർട്ടഡ് ബൈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഇങ്ങനെയൊക്കെയുള്ള ക്ലൂസ് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ഹിൻസ് എല്ലാം ഏത് ടിഷ്യൂവിനെ ആയിരിക്കും? ദിസ് ഈസ് ആക്ച്വലി എപ്പിത്തീലിയൽ ടിഷ്യൂ. ക്ലോസ്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് മാട്രിക്സ്, അത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും. പ്രസൻസ് ഓഫ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ വരുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂവിലാണ്. അപ്പോൾ ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് നമുക്ക് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ ബി എന്താണ്? ക്ലാസിഫൈ ദ ടിഷ്യൂ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽ ലേയേഴ്സ്. നിങ്ങൾക്ക് വളരെ അറിയാം, അതായത് സിംഗിൾ ലെയർ ആണെങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയം, മൾട്ടി ലെയർഡ് ആണെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. മെൻഷൻ ദെയർ ഫങ്ഷൻസ് മെൻഷൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും അല്ലേ? അതായത് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണെങ്കിൽ അവിടെ പ്രൊട്ടക്ഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ, മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ സെൽസ്, അങ്ങനെ നിരവധി ഫങ്ഷൻസ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ സൂചിപ്പിക്കാൻ പറ്റും. അവിടെ ഫങ്ഷൻസ് എഴുതിയാൽ അങ്ങനെ മുഴുവൻ മാർക്ക് നമുക്ക് അവിടെ നേടുവാൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. ഇവിടെ പാർട്സ് ഒന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് ഏതാനും സെൻറ്റൻസസ് ഉണ്ട്, അത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. അത് കറക്റ്റ്ലി ആ സെൻറ്റൻസസ് എങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ ഔട്ട് ചെയ്ത് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്സ്. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് കോൺഡ്രോസൈറ്റ്സ്. കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് കോൺഡ്രോസൈറ്റ്സ്. അങ്ങനെ നമുക്കിത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഇൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് കറക്റ്റ്. ബോൺസ് ആർ റിച്ച് ഇൻ കാൽസ്യം സോൾട്ട്. വളരെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്റർകലേറ്റഡ് ഡിസ്ക് ആർ സീൻ ഇൻ സ്കെൽറ്റൽ മസിൽ. റോങ്. ഇന്റർകലേറ്റഡ് ഡിസ്ക് എവിടെയാണ് വരുന്നത്? കാർഡിയക് മസിൽസിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതും നമുക്ക് അങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. സ്കെൽറ്റൽ മസിൽസ് ആർ സ്ട്രൈറ്റഡ്. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. The male and female cockroach can be identified by the difference in their morphological features. Name this phenomena. ഈ ഫിനോമിനയെ നമ്മൾ എന്താ പേര് വിളിക്കുക? This phenomena is called sexual dimorphism. Sexual dimorphism എന്നാണ് പറയുക. ഇനി അടുത്തത്, give one external difference between male and female cockroach. മെയിൽ കോക്രോച്ചും ഫീമെയിൽ കോക്രോച്ചും തമ്മിലുള്ള എക്സ്റ്റേണൽ ഡിഫറൻസിന് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ എന്താ പറയാൻ പറ്റുക? ആനൽ സ്റ്റൈൽസ് ആർ പ്രസന്റ് ഇൻ മെയിൽ കോക്രോച്ച് അറൈസിംഗ് ഫ്രം ദ 9th sternum, ബട്ട് ആനൽ സ്റ്റൈൽസ് ആർ ആബ്സെന്റ് ഇൻ ഫീമെയിൽ കോക്രോച്ച്. Another difference, in female cockroach, the 7th, 8th and 9th sterna, they form the brood pouch, but brood pouch is absent in male cockroach. ഇത്തരം ഡിഫറൻസസ് നമ്മൾ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ എൻസൈംസ് മാച്ച് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ എൻസൈംസ് എന്ന പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എൻസൈംസ് നോക്കൂ. ഹൈഡ്രോലൈസസ് യു ക്യാൻ മാച്ച് വിത്ത് ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ഹൈഡ്രോലൈസസ് എന്ന കാറ്റഗറി ഓഫ് എൻസൈംസ് ആണ്. അതിൻ്റെ റിയാക്ഷൻസും നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ആ റിയാക്ഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതും നന്നായി പഠിക്കണം. അടുത്ത മാച്ചിങ്, ലയേസസ് യു ക്യാൻ മാച്ച് വിത്ത് removal of groups. Then oxidoreductases, you can match it with the oxidoreduction reaction. Then isomerases we can match with interconversion of molecules. Ligases we can match with linking together molecules. Then transferases എന്തായിട്ടാ മാച്ച് ചെയ്യാൻ പറ്റുക? ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്. ഒരു എൻ ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ നമ്മളൊക്കെ അത് വളരെ ഈസി ആയിട്ട് മാച്ച് ചെയ്യാവുന്നതാണ്. ഈ എൻസൈംസും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും അല്ലെങ്കിൽ അവ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസും. ഓക്കെ, now we move to the next question. Now general formula of an amino acid is represented. Prepare the amino acid serine using this formula. അപ്പോൾ സെറൈൻ എന്ന അമിനോ ആസിഡ് ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് മാറ്റി എഴുതാം? ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് അമിനോ ആസിഡ് ആണ്. ഇത് ഗ്ലൈസിൻ്റെ ആണ് ഡയഗ്രാം. ദിസ് ഈസ് ഗ്ലൈസിൻ. ഓക്കെ, അപ്പോൾ
അലനിൻ ആണെങ്കിൽ CH3, സെറൈൻ ആണെങ്കിൽ CH2OH എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഈ സൈഡ് ചെയിൻ ഡിഫറെൻ്റ് ആകുമ്പോൾ അവിടെ അമിനോ ആസിഡ് ഡിഫറെൻ്റ് ആകുന്നു. അപ്പോൾ CH2OH എന്ന് എഴുതിയാൽ ദാറ്റ് ബിക്കംസ് സെറൈൻ. Then proteins carry many functions in living organisms. List any 4. Proteins-ന്റെ functions എന്ന് ചോദിക്കുമ്പോൾ they can act as enzymes, they can act as hormones, they help in transport of substances, they help in absorption, they help in protection of the cell membrane എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് പ്രോട്ടീനെ കുറിച്ച് എഴുതാവുന്നതാണ്. ഇനി അടുത്തതായി ഒബ്സർവ് ദ ഡയഗ്രാം. വാട്ട് ഈസ് മെൻ ബൈ Vmax വാല്യൂ? എന്താണ് Vmax എന്ന് പറഞ്ഞാൽ? Vmax ഈസ് ദ എന്താണ് Vmax? ഈ ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഗ്രാഫ് എന്തിൻ്റെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇഫക്റ്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓൺ റിയാക്ഷൻ റേറ്റ്. റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ്റെ മേലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റ് ആണ് ഈ ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ x ആക്സിൽ എടുക്കുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓർ S, y ആക്സിൽ എടുക്കുന്നത് എന്നതാണ് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ഓർ V. അപ്പോൾ Vmax എന്ന് പറഞ്ഞാൽ ദ മാക്സിമം വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്, അതാണ് Vmax. Then why Vmax is not exceeded by any further rise in the substrate concentration? നിങ്ങൾക്കറിയാം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം അവിടെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി ഓഫ് റിയാക്ഷന് കാര്യമായി ഇൻക്രീസ് അവിടെ വരുന്നില്ല, അത് സ്റ്റേബിൾ ആയി നിൽക്കുന്നു അല്ലേ. അതിന് കാരണം എന്താണ്? Even if you add more substrate molecules, there will be no active sites of enzymes available. അപ്പോൾ എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റ്സ് അവൈലബിൾ ആവില്ല. അവിടെയെല്ലാം സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് no more active sites are available on the enzyme molecule. That's why even if you add more substrate, there will be no change in the velocity of reaction. Velocity of reaction കാര്യമായ മാറ്റം വരുന്നില്ല നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ. കാരണം ഓൾറെഡി എല്ലാ ആക്റ്റീവ് സൈറ്റ്സും എൻസൈം മോളിക്യൂൾസിലുള്ള എല്ലാ ആക്റ്റീവ് സൈറ്റ്സും പ്രീ ഓക്യുപ്പൈഡ് ആയിരിക്കുകയാണ് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് കൊണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. If chemical substance closely resembling to that of substrate is introduced into the reaction, what will be the result? അപ്പോൾ എന്താണ് സംഭവിക്കുക? സബ്സ്ട്രേറ്റിന് റിസംബിൾ ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആഡ് ചെയ്താൽ അത് ഇൻഹിബിറ്ററായിട്ട് വർക്ക് ചെയ്യും. അത് പോയി ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ അതുവഴി ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്താൽ പിന്നെ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അവിടെ ഇൻഹിബിറ്റഡ് ആകും. അപ്പോൾ ഇവിടെ പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ക്ലോസ്ലി റിസംബിളിംഗ് ടു ദ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദ കെമിക്കൽ റിയാക്ഷൻ വിൽ ബി ഇൻഹിബിറ്റഡ് ബിക്കോസ് ദാറ്റ് വിൽ ബി എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. The inhibitor will compete for the active site with the substrate molecules. അപ്പോൾ അതുവഴി റിയാക്ഷൻ അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആകുന്നു അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ആകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fill in the blanks. In a protein, amino acids are linked by. Amino acids ലിങ്ക് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ടുകൾ വഴിയാണ്. Amino acids are linked together by peptide bonds. In a polysaccharide, individual monosaccharides are linked by. Monosaccharides are linked by glycosidic bond. Glycosidic bond ആണ് അവിടെ മോണോസാക്കറൈഡുകളെ ബന്ധിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അപ്പോൾ ആ രീതിയിൽ ബോണ്ടുകളുടെ പേരുകൾ പഠിച്ചു വെക്കുക. ഏതെല്ലാം ലിങ്ക് ചെയ്യുന്നത് ഏതെല്ലാം ബോണ്ടുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ observe the diagram, identify A and B. A and B identify ചെയ്യുക. A is a secondary structure അല്ലേ. ഒരു ആൽഫ ഹെലിക്സ് ആണെങ്കിൽ അതൊരു സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ആൽഫ ഹെലിക്സും അതുപോലെ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറുമാണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് ദ അമിനോ ആസിഡ്സ് ആണ്, അതാണ് പ്രൈമറി സ്ട്രക്ചർ. പക്ഷേ ഈ കാണിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഹെലിക്കൽ സ്ട്രക്ചർ ഈസ് സെക്കൻഡറി. And now this one is tertiary. ഒരു ഹോളോ വൂളൻ ബോൾ പോലെ അവിടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറുമ്പോൾ, അതായത് ഹെലിക്കൽ സ്ട്രക്ചറിൽ നിന്ന് കൂടുതൽ ബോണ്ടുകൾ ഉണ്ടാകുന്നത് വഴി ഒരു ഹോളോ വൂളൻ ബോളായി അത് രൂപമാറ്റം സംഭവിക്കുമ്പോൾ അതാണ് ടെർഷ്യറി സ്ട്രക്ചർ. അപ്പോൾ ഇത് സെക്കൻഡറിയും ഇത് ടെർഷ്യറി സ്ട്രക്ചറുമാണ്. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ സെന്റൻസ് വീതം എഴുതിയാൽ അവിടെ ഫുൾ മാർക്ക് കിട്ടുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Identify the biomolecules. This is cholesterol. Okay, A is cholesterol. And what about this B? B will be the adenyllic acid. Adenyllic acid another. Okay, and what about this one?
This is the serine. Serine ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CH2OH വരുമ്പോൾ അത് serine ആണ്. Okay, now we have the next question. Symbolic representation of a functional enzyme is given below. ഒരു ഫങ്ഷണൽ എൻസൈമിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോ എൻസൈം കോഫാക്ടർ രണ്ടും ചേർന്നാൽ ഹോളോ എൻസൈം രൂപപ്പെടുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം. അപ്പോ എൻസൈം ഈസ് ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കോൾഡ് കോഫാക്ടർ. ക്ലിയർ? നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു ഏതെല്ലാമാണ് 3 ടൈപ്പ് കോഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയോൺ. അപ്പോൾ അതും കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോഫാക്ടർ ഫോർ ദ എൻസൈം? കാർബോക്സി പെപ്റ്റൈഡേസ്. കാർബോക്സി പെപ്റ്റൈഡേസിൻ്റെ കോഫാക്ടർ ഏതാണ്? മെറ്റൽ അയോണായ സിങ്ക് ആണ്. മെറ്റൽ അയോണായ സിങ്ക് ആണ് ഇതിൻ്റെ കോഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ എൻസൈമിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ observe the graph showing the activity of the enzyme influenced by pH. pH-നാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു എൻസൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ വരുന്നത് ഒന്നാമത്തെ ചോദ്യം, നെയിം ദ പോസിബിൾ എൻസൈം ഇൻവോൾവ് ഇൻ ദിസ് റിയാക്ഷൻ. ഇവിടെ ഈ റിയാക്ഷനിൽ പറഞ്ഞിരിക്കുന്നതിൽ 6.8 ആണ് pH എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6.8 എന്ന pH ഇവിടെ എൻസൈം ആക്ടിവിറ്റി മാക്സിമം ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാകാം അത് സലൈവറി അമിലേസ് ആണ്. ദിസ് എൻസൈം ഈസ് സലൈവറി അമിലേസ്. 6.8 pH മാക്സിമം ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സലൈവറി അമിലേസ്. വാട്ട് ഈസ് ദ സൈറ്റ്, വേർ ഈസ് ഇറ്റ്സ് സൈറ്റ് ഓഫ് ആക്ഷൻ? അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ്? മൗത്ത് ഓർ ബക്കൽ ക്യാവിറ്റി. ദാറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ. മെൻഷൻ എനി അതർ ഫാക്ടർ വിച്ച് affect the enzyme activity. Enzyme activity affect ചെയ്യുന്നത് pH മാത്രമല്ല, ടെമ്പറേച്ചർ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ആ 2 ഫാക്ടേഴ്സും ഇവിടെ എഴുതുകയാണെങ്കിൽ അവിടെ ഈ ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് pH, optimum temperature, then substrate concentration. These are the factors affecting the rate of reaction. Now we have another graph from Biomolecules chapter. You have to observe the graph, identify the graph. Ee graph endana? This is explaining the concept of activation energy of an enzyme. ഒരു എൻസൈമിൻ്റെ ആക്ടിവേഷൻ എനർജിയെ സൂചിപ്പിക്കുന്ന, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. നിങ്ങൾക്കറിയാം എൻസൈംസിൻ്റെ പ്രസൻസിൽ അവരെന്താ ചെയ്യുന്നത്? ദേ ആക്ച്വലി ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ് വിൽ ബി ലോവേർഡ് ആൻഡ് സബ്സ്ട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. സബ്സ്ട്രേറ്റുകളെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എൻസൈമിൻ്റെ പ്രസൻസിൽ വളരെ ഈസി ആയിട്ട്. കാരണം എൻസൈംസിൻ്റെ പ്രസൻസിൽ എന്ത് കുറയുന്നു? ആക്ടിവേഷൻ എനർജി കുറയുന്നു. എൻസൈംസിൻ്റെ ആബ്സെൻസിൽ കണ്ടോ ഇത്രയും ഉണ്ട് ആക്ടിവേഷൻ എനർജി. പക്ഷേ എൻസൈംസിൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? ആക്ടിവേഷൻ എനർജി വളരെ കുറവായി കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ. ഇത് നല്ല രീതിയിൽ എഴുതുക. ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻസൈംസ് എന്ന കാര്യം അവിടെ സൂചിപ്പിക്കുക. ഓക്കെ, now we move on to the next question. Digestion and Absorption എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യത്തിലേക്ക് നാം കടക്കുന്നു. ഐഡന്റിഫൈ A, B, C, D. A is എന്താണ് ഇവിടെ? ഇത് അലിമെന്ററി കനാലിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അതിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്നത് സിറോസ. A is serosa. And what is B here? B here is muscularis externa. മസ്കുലാരിസ് എക്സ്റ്റേണയാണ് ഇവിടെ ബി എന്ന ലേബൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ അറിയണം ഇവിടെയാണ് സ്മൂത്ത് മസിൽസ് വരുന്നത്. മസ്കുലാരിസ് എക്സ്റ്റേണയിലാണ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡനൽ ആൻഡ് ഇന്നർ സർക്കുലർ മസിൽസ് വരുന്നത്. ദെൻ ബി ലേബൽഡ് ഹിയർ ഇറ്റ് വിൽ ബി സബ് മ്യൂക്കോസ and C labeled here will be submucosa. Submucosa, it is having blood vessels, lymph vessels, nerves എല്ലാം വരുന്നത് submucosയിലാണ്. C എന്ന ലേബൽ ചെയ്തിരിക്കുന്നു. Then D will be mucosa. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യമുണ്ട്, റൈറ്റ് എനി 2 സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഓഫ് മ്യൂക്കോസ. മ്യൂക്കോസയിലെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ എഴുതാൻ പറ്റുക? അവിടെ വില്ലൈ ഫോം ചെയ്യുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ റീജിയൺ ആണെങ്കിൽ മ്യൂക്കോസയിൽ നിന്ന് വില്ലൈ ഡെവലപ്പ് ചെയ്യുന്നു, ഇൻഡസ്റ്റൈനൽ വില്ലൈ. അതുപോലെ തന്നെ സ്റ്റൊമക് റീജിയൺ ആണെങ്കിൽ ഇതേ മ്യൂക്കോസയിൽ നിന്നാണ് റുഗേ ഡെവലപ്പ് ചെയ്യുന്നത്. മസ്കുലാർ ഫോൾസ് ഇൻ ദ സ്റ്റൊമക് വി ക്യാൻ കോൾ ദം ആസ് റുഗേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, വില്ലേ ആൻഡ് റുഗേ, അതാണ് 2 മോഡിഫിക്കേഷൻസ്, മ്യൂക്കോസയുടെ 2 മോഡിഫിക്കേഷൻസ്. സോ ABCD ലേബൽ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പ്രോട്ടീൻ ഡൈജഷൻ ബൈ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇവിടെ AUB എൻസൈംസ് ആണ്. ഇവിടെ നിങ്ങൾക്കറിയാം പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ്, അതിനെല്ലാം ഡൈപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ്
കാർബോക്സി പെപ്റ്റൈഡേസ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് കൈമോട്രിപ്സിനും അതുപോലെ കാർബോക്സി പെപ്റ്റൈഡേസും എന്നാണ്. കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റൈഡേസ് എന്നൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എയും ബിയും മനസ്സിലായി. ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദീസ് എൻസൈംസ്. ഈ രണ്ട് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നത് പാങ്ക്രിയാസ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം പാങ്ക്രിയാസ് ഇതിനെ ഡയറക്ട്ലി സെക്രീറ്റ് ചെയ്യത്തില്ല. ഇനാക്റ്റീവ് ഫോമിൽ പ്രോ എൻസൈംസ് ആയിട്ടാണ് ആദ്യം സെക്രീറ്റ് ചെയ്യുന്നത്. അതിനെ ആക്റ്റീവ് ആക്കുന്നത് എൻഡറോകൈനേസ് ആണ്. എൻഡറോകൈനേസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കും. പിന്നീട് ട്രിപ്സിനാണ് കൈമോട്രിപ്സിനും പ്രോ കാർബോക്സി പെപ്റ്റൈഡേസിനെ കാർബോക്സി പെപ്റ്റൈഡേസുമാക്കി മാറ്റുന്നത്. അപ്പോൾ ആ ആക്ടിവേഷൻ സ്റ്റെപ്സ് എല്ലാം ഓർത്തിരിക്കുക. റൈറ്റ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് എ ആൻഡ് ബി. എയുടെ ഇനാക്റ്റീവ് ഫോം എന്താണ്? കൈമോട്രിപ്സിനോജൻ. ബിയുടെ ഇനാക്റ്റീവ് ഫോം എന്താണ്? പ്രോ കാർബോക്സി പെപ്റ്റൈഡേസ്. ഓക്കെ, wow. Okay, now we move to the next question. Enzymes present in saliva, gastric juice and intestinal juice, they are given. അപ്പോൾ ഇവിടെ ഏതാനും ജ്യൂസസിലുള്ള എൻസൈംസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ സെലക്ട് ചെയ്യണം. ഓക്കെ, റൈറ്റ് ദെയർ ഡൈജസ്റ്റീവ് ഫങ്ഷൻ ഓൾസോ. അവയുടെ ഡൈജസ്റ്റീവ് ഫങ്ഷനും നമ്മൾ മെൻഷൻ ചെയ്യണം. നോക്കൂ, ഇവിടെ ഗാസ്ട്രിക് ജ്യൂസിലുള്ളത് പെപ്സിൻ വരും, പിന്നെ വരുന്നത് റെനിൻ ആണ്. അപ്പോൾ പെപ്സിൻ്റെ ഫങ്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോട്ടീൻസിനെ പെപ്റ്റോൺസും പ്രോട്ടിയോസസും ആക്കുന്നതാണ് പെപ്സിൻ്റെ ഫങ്ഷൻ. ഇനി റെനിനോ? റെനിൻ അതും ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈമാണ്. കാഫ് സ്റ്റൊമക്കിലും ഇൻഫന്റ് സ്റ്റൊമക്കിലുമാണ് റെനിൻ കാണുക. ഇനി ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ട്രിപ്സിനോജൻ ആയിരിക്കും. ട്രിപ്സിനോജനാണ് ഇൻഡസ്ട്രൈനൽ ജ്യൂസിൽ വരുന്നത്. അതുപോലെ തന്നെ ലിപ്പേസ് വരാം അല്ലേ, അതായത് പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, ഇൻഡസ്ട്രൈനൽ ലിപ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രിപ്സിനോജനും ലിപ്പേസും നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം ഇൻഡസ്ട്രൈനൽ ജ്യൂസിൽ. എന്നാൽ ടാലിൻ അഥവാ സലൈവറി അമിലേസ്, ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ മൗത്ത് ഓർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ജ്യൂസിലാണ് അത് വരുന്നത്. സലൈവറി ഗ്ലാൻഡിൻ്റെ ഭാഗമാണത്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. പെപ്സിൻ and renin in gastric juice, trypsinogen and lipase in intestinal juice, and taline it is in saliva. Okay, ഇതിൻ്റെ എല്ലാ റിയാക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ പഠിക്കുക. റിയാക്ഷൻസ് ഓരോ എൻസൈമും പഠിക്കുമ്പോഴും ആ എൻസൈം ഏത് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ഷൻ എല്ലാം പഠിക്കണം. Next question. The end product of fat digestion are not absorbed directly into the bloodstream. Justify. നിങ്ങൾക്കറിയാം, അതായത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ they are the end products of fat digestion. ഫാറ്റ് ഡൈജഷൻ്റെ എൻഡ് പ്രൊഡക്ട്സ് ആണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. പക്ഷെ അതൊന്നും ഡയറക്ട്ലി അബ്സോർബ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ നോട്ട് വാട്ടർ സോലുബിൾ, ദേ ആർ ഓൺലി ഫാറ്റ് സോലുബിൾ. ദേ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ വാട്ടർ സോലുബിൾ ഫോം കോൾഡ് മിസൽസ്. മിസൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, നൗ we have the diagram here. Identify A and B. ഇത് ഡെൻഡീഷൻ്റെ ഒരു ഡയഗ്രമാണ്. അപ്പോൾ ഇത് അഡൽട്ട് ഡെൻഡീഷൻ ആകുമ്പോൾ ഇവിടെ എയും ബി എന്തൊക്കെയാണ്? പ്രീമൊളാർസ് ആൻഡ് മൊളാർസ്. അപ്പോൾ പ്രീമൊളാർസ് ആണ് എ, ബി എന്ന് എഴുതിയിരിക്കുന്നത് മൊളാർസ് ആണ്. ഡെന്റൽ ഫോർമുല ഓഫ് പെർമനന്റ് ഡെൻഡീഷൻ. പെർമനന്റ് ഡെൻഡീഷൻ്റെ ഡെന്റൽ ഫോർമുല 2123/2123. എന്താണ് 2123/2123 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 incisors 2/2, canines 1/1, premolars again 2/2, but molars will be 3/3. അതാണ് പെർമനന്റ് ഡെന്റൽ ഫോർമുല. അപ്പോൾ പെർമനന്റ് ഡെന്റൽ ഫോർമുല നല്ല രീതിയിൽ പഠിക്കുക. Now we have the next question. Observe the diagram. Identify the parts noted A, B, Z. A, B, Z എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നോക്കൂ, എ എന്താണ്? എ ഈസ് ദ ഗാൾ ബ്ലാഡർ. എ എന്ന് എഴുതിയിരിക്കുന്നത് ലേബൽ ചെയ്തിരിക്കുന്നത് ഗാൾ ബ്ലാഡർ ആണ്. ബി പാങ്ക്രിയാസ് ആണ്. സി എന്തായിരിക്കും? സി ഡിയോഡിനം. Now write the role of സെക്രീഷൻ സ്റ്റോർഡ് ഇൻ പാർട്ട് എ. പാർട്ട് എ എന്ന് പറയുമ്പോൾ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്ന സെക്രീഷനെ കുറിച്ച് ഒന്ന് എഴുതുക എന്നാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നത് ബൈലാണ്. ബൈലിനെ കുറിച്ച് പറയുമ്പോൾ ബൈൽ ഹാസ് നോ ഡൈജസ്റ്റീവ് എൻസൈംസ്. Bile has no digestive enzymes. Still it will help in digestion. How? Because bile ഉള്ളത് bile salts ഉണ്ട്. ഈ bile salts എമൽസിഫൈ ചെയ്യും, ഫാറ്റിനെ എമൽസിഫൈ ചെയ്യും. അങ്ങനെ അത് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. Bile has no digestive enzymes, but it will help in digestion by emulsification of fat because bile has bile salt. Next question. Complete the following table. Gastric gland, അതിൽ നിന്നുള്ള എൻസൈം ഏതായിരിക്കും പ്രോട്ടീൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? പെപ്സിൻ.
പെപ്സിൻ എന്ന് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ സലിവറി ഗ്ലാൻഡ്, സലിവറി അമിലേസ് എന്താ ചെയ്യുക? സ്റ്റാർച്ച് ഡൈജഷൻ ആണ് സലിവറി അമിലേസ് ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയസ് വരുന്നത് ഏത് ഗ്ലാൻഡിൽ നിന്നായിരിക്കും? പാങ്ക്രിയാസിൽ നിന്നായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ന്യൂക്ലിയോസൈഡേസ് ദേ ബിലോങ് ടു ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, ബട്ട് ന്യൂക്ലിയസസ് ആർ കമ്മിങ് ഫ്രം പാങ്ക്രിയാസ്. അപ്പോൾ സി പാങ്ക്രിയാസ് ആണ്. ഓക്കെ, നൗ പാങ്ക്രിയാസ് ലിപ്പേസ് എന്താ ചെയ്യുക? ഫാറ്റ് ഡൈജഷനിൽ ഇൻവോൾവ് ആണ് ലിപ്പേസസ്. Okay, now we have the next question. Identify the odd one and write the common feature of other items. ഇതിൽ ഏതാണ് odd one? ഇതിൽ നിങ്ങൾക്കറിയാം odd one RENIN. ഈ റെനിൻ എന്ന് പറഞ്ഞാൽ അത് JG സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെനിൻ ആണ് കേട്ടോ. ഒരു N മാത്രം ഉണ്ടെങ്കിൽ അത് റെനിൻ, JG സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെനിൻ ആണ്. അത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ അല്ലെങ്കിൽ GFRൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ റെനിൻ. പക്ഷേ 2 N ഉള്ള റെനിൻ ആണെങ്കിലോ അതൊരു പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്. എന്തായാലും ഈ റെനിൻ ഇത് ഓഡ് വൺ തന്നെയാണ്. കാരണം സീക്കം കൊളോൺ റെക്ടം ദേ ആർ പാർട്ട് ഓഫ് alimentary canal of human beings. Proenzyme pepsinogen is a protein digestive enzyme of human digestive system. പെപ്സിനോജനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. നെയിം ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദിസ് എൻസൈം. പെപ്സിനോജൻ ആരാ സെക്രീറ്റ് ചെയ്യുക? യെസ്, പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്. ഗാസ്ട്രിക് ഗ്ലാൻഡ്സിലെ തന്നെ ചീഫ് സെൽസ് ആണ് ഈ പെപ്സിനോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചീഫ് സെൽസ് ആർ പ്രൊഡ്യൂസിങ് പെപ്സിനോജൻ. എന്നാൽ പെറൈറ്റൽ സെൽസ് ആണ് SCLും കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടറും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചീഫ് സെൽസ് ആണ്. ഹൗ ഡസ് ദ പെപ്സിനോജൻ ചേഞ്ച് into its active form? പെപ്സിനോജൻ എങ്ങനെയാണ് അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുക? SCL ആണ് പെപ്സിനോജനെ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്യുന്നത്. വെരി ഈസി. നൗ സി കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്ക്. പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻടു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. പെപ്റ്റോൺസ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ബൈൽ ഹാസ് നോ ഡൈജസ്റ്റീവ് എൻസൈം, സോ ബൈൽ ഈസ് നോട്ട് നീഡഡ് ഇൻ ഡൈജഷൻ. ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നോ, വി ഡോണ്ട് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡു യു എഗ്രി എന്ന് ചോദിക്കുമ്പോൾ നോ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ജസ്റ്റിഫൈ ദ ആൻസർ. ബിക്കോസ് ബൈലിൽ ഡൈജസ്റ്റീവ് എൻസൈം ഇല്ലെങ്കിലും അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ? അത് ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഡൈജഷനിൽ ഇൻവോൾവ് ആകാൻ വേണ്ടി. കാരണം അവിടെ ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൈൽ സോൾട്ടുകൾ ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്നത് കൊണ്ട് ബൈൽ ഈസ് നീഡഡ് ഫോർ ഡൈജഷൻ. ഫാറ്റ് ഡൈജഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ടേംസ് IRV ആൻഡ് ERV. IRV ERV എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? ആദ്യം അതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ നന്നായി പഠിക്കുക. ഓക്കെ, IRV ERV. IRV ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ERV ഈസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് രണ്ടും നിങ്ങൾക്കറിയാം. ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഫർദറായിട്ട് അവയുടെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അതായത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിറേഷനിൽ ഇൻവോൾവ് ആണ് IRV. IRV, it is the additional amount of air inspired by forceful inspiration. ERV, it is the additional amount of air expired by forceful expiration. Then what is tidal volume? Tidal volume, it is the volume of air inhaled or exhaled during normal breathing. Residual volume, it is the amount of air that remain in lungs even after forceful expiration. സോ അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. പൾമണറി വോളിയംസ് ആൻഡ് പൾമണറി കപ്പാസിറ്റീസ് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റിലേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, റിലേഷൻസ് എന്ന് പറയുമ്പോൾ IC ഈസ് IRV പ്ലസ് TV, EC ഈസ് ERV പ്ലസ് TV. അതുപോലെ എന്താണ് VC, വൈറ്റൽ കപ്പാസിറ്റി? IRV പ്ലസ് TV പ്ലസ് ERV. എന്താണ് TLC? ഈ VCയുടെ കൂടെ RVയും കൂടെ കൂട്ടിയാൽ അത് TLC ആയി മാറി. അപ്പോൾ ആ റിലേഷൻസ് എല്ലാം നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, now we have a diagram, a graph shown here. Carefully observe the given sigmoid curve and answer the question. What this graph indicate? ഈ ഗ്രാഫ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? This graph indicates
the oxygen dissociation curve. അപ്പോൾ ഈ കർവിനെ പറയുന്ന പേരാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഈ കർവിൽ എക്സാക്സിൽ എടുക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ PO2 ഇൻ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, അതാണ് എക്സാക്സിൽ എടുക്കുക. എന്നാൽ y ആക്സിൽ എടുക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ദാറ്റ് ഈസ് ടേക്കൺ ഇൻ y ആക്സിസ്. Question here, second one, what are the three factors affecting this graph? ഈ ഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, pH. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഈ ഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, now we have the next question now. Name the biological process involved here. അതായത് നിങ്ങൾക്കറിയാം, ഇത് ആൽവിയോളൈ, അതിനെ സറൗണ്ട് ചെയ്യുന്ന ബ്ലഡ് കാപ്പിലറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽവിയോളൈനെ സറൗണ്ട് ചെയ്യുന്ന ഈ ബ്ലഡ് കാപ്പിലറി, ഇവിടെ ഡിഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് ഓക്സിജൻ വിൽ ഡിഫ്യൂസ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഓൾസോ ഡിഫ്യൂസ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്സിജൻ കൂടുതലുള്ളത് ആൽവിയോളാർ എയറിലാണ്, ഈ കാപ്പിലറിയിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ അപേക്ഷിച്ച്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളാർ എയറിൽ കുറവായിരിക്കും. എവിടെയാണ് കൂടുതൽ? ഈ ബ്ലഡ് വെസലിലായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഡിഫ്യൂഷൻ ഫ്രം ഹയർ concentration to lower concentration, gases they exchange by simple diffusion. Now, how the oxygen is transported to the cells from alveoli? Alveoli-യിൽ നിന്ന് സെൽസിലേക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? 2 രീതിയിലാണ്. 97% of oxygen is transported in the form of oxyhemoglobin. 97% of oxygen is transported in the form of oxyhemoglobin, and 3% of oxygen will be transported as dissolved in plasma. പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് 3% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുക. അടുത്ത ചോദ്യം, ആസ്മ ആൻഡ് എംഫിസിമ, they are the 2 disorders of human respiratory system. Mention their causes and symptoms. ആസ്മ, എംഫിസിമ, 2 കാര്യങ്ങളാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കോസസും സിംറ്റവും. ഇപ്പോൾ ആസ്മയുടെ കോസ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ, സ്പാസം ഓഫ് ബ്രോങ്കിയൽ മസിൽസ്. സ്പാസം ഇൻ ബ്രോങ്കിയൽ മസിൽസ് ആണ് അതിൻ്റെ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി എംഫിസിമയുടെ കോസ് എന്താണ്? എംഫിസിമ ഈസ് കോസ്ഡ് ബൈ സിഗരറ്റ് സ്മോക്കിംഗ്. ഇനി അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണ്? റെസ്പിറേറ്ററി സർഫസ് ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. ആൽവിയോളാർ വാൾസ് ഡാമേജ്ഡ് ആകുമ്പോൾ അവിടെ റെസ്പിറേറ്ററി സർഫസ് വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ കോസും എഴുതണം, സിംറ്റവും എഴുതണം 2 ഡിസീസിനും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് ഓൺ ദ സ്ക്രീൻ. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ മാൻ ഈസ് ഗിവൺ. ഒബ്സർവ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പൈ ഡയഗ്രത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷനിൽ 70% എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? ബൈകാർബണേറ്റ് ഫോമിലാണ്. 70% or majority of carbon dioxide will be transported in the form of bicarbonates. So A എന്നുള്ളത് bicarbonates എന്നാണ് എഴുതേണ്ടത് കേട്ടോ. So name the way in which transport of carbon dioxide will happen here. It will be in the form of bicarbonates. 23% കാർബോമിനോഹീമോഗ്ലോബിൻ ആയും 7% കാർബോണിക് ആസിഡുമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ഇവിടെ ചോദിക്കുന്നത് ഏത് എൻസൈമാണ് ഇവിടെ മെയിൻലി നെസസറി ഈ പ്രോസസ്സ് നടത്താൻ? അതായത് ബൈകാർബണേറ്റ് ഫോമിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് എൻസൈമാണ് ഇവിടെ ആവശ്യം വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ്. ഏതാണ് എൻസൈമിൻ്റെ പേര്? കാർബോണിക് anhydrase. That is the enzyme required for transport of carbon dioxide in the form of bicarbonates. Now we have the next question. Here identify the true statements from the statements given below. അപ്പോൾ 2 ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണത്രേ. ഓക്കെ, ആൻഡ് റീറൈറ്റ് ദ 2 false statements correctly. അപ്പോൾ ഫോൾസ് ഏതാണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യണം. ന്യൂമോണിയ ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. തെറ്റല്ലേ അത്? എംഫിസിമ എന്ന് എഴുതണം അല്ലേ? എംഫിസിമ. അപ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യാം. എംഫിസിമ ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പോൾ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തത്,
ഈ ബി കറക്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റെസ്പിറേറ്ററി റിതം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ റെസ്പിറേറ്ററി സെന്റർ ഇൻ ദ ഹാർട്ട്. അത് തെറ്റാണ്. റെസ്പിറേറ്ററി സെന്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്രെയിൻ, ഇൻ ദ മെഡുല്ല റീജിയൻ, ഇൻ ദ ഡോർസൽ റീജിയൻ ഓഫ് ദ മെഡുല്ല യു ക്യാൻ സീ ദ റെസ്പിറേറ്ററി റിതം സെന്റർ. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ബ്രെയിൻ എഴുതണമായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ചെയ്തു. ലാസ്റ്റ് വൺ ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൽവിയോളർ റീജിയൻ, ദാറ്റ് ഈസ് ദ പ്രൈമറി site for exchange of gases. That is a correct statement here. Now we have the reaction here. You have to identify the enzyme. ഏതാണ് enzyme? Carbonic anhydrase. Carbonic anhydrase is involved here. ഈ രണ്ട് സെറ്റിലും രണ്ട് ഭാഗത്തും നമ്മൾ എഴുതേണ്ടത് കാർബോണിക് അൺഹൈഡ്രേസ് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നാം വരുന്നു. In the tissues, the conditions are favorable for dissociation of oxygen from oxyhemoglobin. അതായത് ടിഷ്യൂവിൽ ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫാക്ടേഴ്സും റെഡിയാണ്. റൈറ്റ് എനി 4 favorable conditions in tissues for this dissociation of oxygen from oxyhemoglobin. ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ എഴുതാൻ പറയുകയാണ്. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് അവിടെ ഇത്തരത്തിൽ ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ ഈസിയാണ്. അവിടെ partial pressure of carbon dioxide will be high, then partial pressure of oxygen is low, PO2 is low, temperature is high, and H plus ion concentration is also high. So these are the factors in tissues helping for dissociation of oxyhemoglobin. Blood transport oxygen from lungs to tissues by 2 ways. Mention the 2 ways. ഞാൻ പറഞ്ഞിരുന്നു 97% of oxygen will be transported in the form of oxyhemoglobin and the 3% of oxygen is getting transported in the form of dissolved condition in plasma. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.